തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് തണ്ണിമത്തനടിയിൽ ഒളിപ്പിച്ച് സ്ഫോടക ശേഖരം കൊണ്ടുവരാൻ ശ്രമിച്ച കേസിൽ നിർണായകമായ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തി. തമിഴ്നാട് സ്വദേശിയായ പനീർ സെൽവമാണ് പാലക്കാട് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. കേസിലെ എല്ലാ കണ്ണികളെയും ബന്ധിപ്പിക്കുന്ന മുഖ്യപ്രതി പനീർ സെൽവമാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. അതിവിദഗ്ധമായാണ് ഇവർ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് കേരളത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ കടത്തിയിരുന്നത്. ആദ്യം ലോറിക്കുള്ളിൽ സ്ഫോടക വസ്തു നിറയ്ക്കും. പിന്നീട് സംശയം തോന്നാതിരിക്കാൻ മുകളിൽ തണ്ണിമത്തൻ ചാക്കുകൾ വയ്ക്കും. പിടിക്കപ്പെട്ടാലും ലോഡ് എവിടേക്കാണെന്ന് പോലീസ് അറിയരുത്. ഫോണിൽ വരുന്ന നിർദ്ദേശമനുസരിച്ചായിരിക്കും ഡ്രൈവർ വാഹനം ഓടിക്കുക. നിശ്ചയ ദൂരപരിധി കഴിഞ്ഞാൽ വാഹനം നിർത്തി താക്കോൽ വച്ച ശേഷം ഡ്രൈവർ പോകും. പുതിയ ഡ്രൈവർ വരും. വാഹനത്തെ സദാസമയവും ഒരു എസ്കോർട്ട് വാഹനം നിരീക്ഷിക്കുന്നുണ്ടാകും. ഇങ്ങനെയാണ് കേരളത്തിലേക്ക് 10,000 ജെലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററുകളും കടത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ മിനി ലോറി ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത്. ഡ്രൈവർ സെന്തിൽകുമാർ അന്നു തന്നെ പിടിയിലായി. അടുത്ത ദിവസം അകമ്പടിയായി വന്ന കാർ ഡ്രൈവർ ദുരൈരാജും വലയിലായി. അപ്പോഴും പോലീസിനെ അലട്ടിയ പ്രശ്നം സംഭവത്തിലെ കണ്ണികൾ മാത്രമാണിവർ. ഇവർക്ക് പരസ്പരം അറിയില്ല. ആരാണ് സ്ഫോടക വസ്തുക്കൾ നൽകിയതെന്നോ എങ്ങോട്ടാണ് ഇതെത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്നോ ഇവർക്കറിയില്ല. പക്ഷേ ഇന്ന് കേസിൽ നിർണായകമായ പ്രതിയെ പോലീസ് പിടികൂടി. പനീർ സെൽവം. ഇയാളാണ് സ്ഫോടക വസ്തു വിൽപ്പനയിലെ ഇടനിലക്കാരൻ. ഇയാൾ ലൈസൻസിയാണ്. തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് വാങ്ങിയ സ്ഫോടക വസ്തു കേരളത്തിലേക്ക് അനുമതിയില്ലാതെയാണ് കടത്തിയത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ക്വാറിയിലേക്കാകാം ഈ സ്ഫോടക വസ്തു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.